ഇന്ന് നമ്മൾ മറ്റൊരു ഉപഗ്രഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് NVS-02 എന്നുള്ളതാണ്. NVS-02 എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, സി എന്ന് കേൾക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ എൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നാവിഗേഷൻ എന്നുള്ളതാണ്. എന്ന് കേൾക്കുമ്പോൾ ISROയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം നാവിഗേഷൻ, ഗതി നിർണയ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപഗ്രഹം. അപ്പോൾ ഇന്ത്യയുടെ ISROയുടെ ഗതി നിർണയ സംവിധാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NVS-02 എന്നുള്ളതാണ്. അപ്പോൾ N ഫോർ നാവിഗേഷൻ, ഗതി നിർണയം, NVS-02. ഓക്കെ, ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ISROയുടെ ഈ ദൗത്യത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതെന്താണ്? അത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ NVS-02 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NVS-02 ആണ്.